അറിയാത്ത പോലെ സംസാരിക്കുന്നേ? അവൾക്ക് കിട്ടുന്ന വരുമാനം പ്രതീക്ഷിച്ച് ഒരു കുടുംബം മുഴുവൻ ജീവിക്കുന്നുണ്ട് അവിടെ. അത് പ്രിയൻ അറിയില്ലേ? 4 ആള് ചെയ്യേണ്ട ജോലിയാ ആ കരിനാഗ അവളെ കൊണ്ട് ദിവസം ചെയ്യിക്കുന്നത്. 3 നിലകൾ കയറി ഇറങ്ങി നടു പൊട്ടുന്ന പോലെ വേദനിച്ചിട്ടും അയാൾ അവളെ ഒന്ന് ഇരിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല. പനിച്ച് നേരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലും അവൾ ഇവിടെ കിടന്ന് അടിമപ്പണി ചെയ്യുകയായിരുന്നു. മല്ലന്മാര് ചുമക്കുന്ന ലോഡ് തലയിലെടുത്ത് വണ്ടിയിൽ കേട്ടിട്ടുണ്ട്. ഈ കഷ്ടപ്പാടുകളൊക്കെ അവള് സഹിച്ചത് എന്തിനാ? മാസാമാസം ശമ്പളം കിട്ടുമല്ലോ പ്രതീക്ഷിച്ച്. എന്നിട്ടും അവൾക്ക് ശമ്പളം കൊടുക്കില്ലാത്രേ. പാർവതിയെ കൊണ്ട് മാപ്പ് പറയിക്കില്ലെന്ന് നീ കടുംപിടുത്തം പിടിച്ചാൽ എങ്ങനാ? നഷ്ടം ആർക്കാ? കരുണാകരനോ പാർവതിക്കോ? പ്രിയം പറയ്. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ജയന്തി, പാർവതി മാപ്പ് പറഞ്ഞ അയാൾ അവളോട് ക്ഷമിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കരുനാഗമെന്ന് അയാളെ വിളിക്കുന്നത് വെറുതെ ഒന്നുമല്ല. പാമ്പിന്റെ പക അയാൾക്ക്. ചെറുവടിയെടുത്ത് അടിക്കേണ്ട തെറ്റേ ചെയ്തിട്ടുണ്ടാവും. എന്നാലും വാളെടുത്ത് തല വെട്ടും. അത് അയാളുടെ സ്വഭാവം. അങ്ങനെയുള്ള ഒരാളെ ഒരു മാപ്പ് കൊണ്ട് മെരുക്കാൻ കഴിയില്ല ജയന്തി. നീ അവളെ കൊണ്ട് അത് ചെയ്യിക്കരുത്. നീ ഇതിൽ ഇടപെടേണ്ട പ്രിയ. പാർവതിയുടെ ഒരു കാര്യത്തിൽ നീ ഇടപെടേണ്ട. ജയന്തി, പ്രിയ, നീ എന്തിനാ ജയന്തിയെ തടയാൻ നോക്കുന്നേ? കരുണാകരനോട് പാർവതി മാപ്പ് പറയുന്നതിന് നിനക്കെന്താ? അയാൾ അവളോട് ക്ഷമിച്ചാലും ക്ഷമിച്ചില്ലെങ്കിലും നിനക്കെന്താ? പാർവതിയുടെ കാര്യത്തില് നിനക്കുള്ള അമിത താല്പര്യം കാണുമ്പോഴേ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഒരു പകലും രാത്രിയും ലോക്കപ്പിൽ കിടന്നത് നീ മറന്നുപോയോ? പോലീസുകാർ നിന്നെ ചവിട്ടിക്കൂട്ടിയത് നീ മറന്നുപോയോ? എന്നിട്ടും അവൾക്ക് ഒരു തരി പോലും കുറ്റബോധം ഇല്ല. നിന്റെ പേര് കേട്ടാ അവൾ ഇപ്പോഴും ചാടിക്കടിക്കാൻ വരും. എന്നിട്ടും അവൾക്ക് വേണ്ടിയാ നീ വാദിക്കുന്നത്. അവൾക്ക് വേണ്ടിയാ നിന്റെ മനസ്സുരുകുന്നത്.